കോഴിക്കോട് കൊടുവള്ളിയിൽ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ മലപ്പുറം മോങ്ങത്ത് നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. കാണാതായി 5-ാം ദിവസത്തിന് ശേഷമാണ് അന്നൂസ് റോഷനെ കൊടുവള്ളി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മൈസൂരിലെ രഹസ്യ കേന്ദ്രത്തിലാണ് അന്നൂസ് റോഷനെ പാർപ്പിച്ചിരുന്നത്. വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് തട്ടിക്കൊണ്ടുപോയ സംഘം അന്നൂസിനെ ടാക്സി കാറിൽ കേരളത്തിലേക്ക് തിരിച്ചയക്കുകയായിരുന്നുവെന്ന് താമരശ്ശേരി ഡിവൈഎസ്പി സുശീർ പറഞ്ഞു. അനൂസ് റോഷനെ രഹസ്യമായിട്ട് മൈസൂരിൽ സൂക്ഷിച്ചു. പോലീസ് സംഘം അവിടെ എത്തി. പ്രതികൾക്കെതിരെയുള്ള ലുക്കൌട്ട് സർക്കുലറും മറ്റ് നോട്ടീസുകളും അവിടെ ഹോട്ടലുകൾ, റിസോർട്ടുകളിലൊക്കെ പോലീസ് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പ്രതികൾ പിടിയിലാവുമെന്ന അവസ്ഥ വന്നപ്പം അവർ കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ നോക്കി. വാഹനത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികൾ പോലീസിൻ്റെ സാന്നിധ്യം അറിഞ്ഞു പാലക്കാട് ഇറങ്ങി. തുടർന്ന് വാഹനം കൊണ്ടോട്ടിയിൽ വെച്ച് ഇന്റർഫിയർ ചെയ്തിട്ടാണ് അന്നൂസ് റോഷനെ ഞങ്ങളിപ്പോൾ മോചിപ്പിച്ചത്. ഇതുവരെ പിടിയിലായ 3 പ്രതികളും കേസിൽ നേരിട്ട് ബന്ധമില്ലാത്തവരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ കേസ് സംബന്ധിച്ച മുഖ്യപ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മൈസൂർ മുതൽ തട്ടിക്കൊണ്ടുപോയ സംഘം പോലീസിന്റെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു. തുടർന്നാണ് കാർ മലപ്പുറം മോങ്ങത്ത് വെച്ച് പിടികൂടിയത്. കൊടുവള്ളി പോലീസ് പ്രതികൾക്കായി മൈസൂർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം സഹോദരൻ അജ്മലിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ലെന്നും കുടുംബം പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.